സുഹൃത്തുക്കളെ, നഫീസുമ്മയാണ് ഇന്നത്തെ താരം. നമുക്കാദ്യം നഫീസുമ്മയുടെ വീഡിയോ കാണാം. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം വിച്ചുവിനോട് വന്നിട്ട് അടിപൊളിയല്ലേ? വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സങ്ങാട്ട് കണ്ടില്ലേ? 75 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നേരം രസകട കിട്ടാനോ മക്കളെ? വന്നാളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോ ഇനി ഞങ്ങളിവിടെ വരും. വിച്ചുവിനോട് സൂപ്പറാടി, സൂപ്പറാ. നഫീസുമ്മ വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞത് ശരിയായില്ല. കാരണം നമ്മൾ നബിയുടെ കാലഘട്ടത്തിലൊന്നല്ല ജീവിക്കുന്നത്. അന്ന് ശരാശരി പ്രായം 60 ആയിരുന്നു. പക്ഷെ ഇന്ന് ശരാശരി പ്രായം 80-90 ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ന്യൂസാണ്. കേരളത്തിൽ ഒരു സ്ത്രീയുടെ ശരാശരി പ്രായമെന്ന് പറയുന്നത് 78-80. അപ്പോൾ 55 വയസ്സെന്ന് പറഞ്ഞാൽ മധ്യവയസ്ക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം 40 മധ്യവയസ്സ് എന്ന് പറയുന്നത്. 55 എന്ന് പറയുമ്പോഴും വാർദ്ധക്യമായിട്ടില്ല. ഒരു 77 കഴിഞ്ഞാലേ നമുക്ക് വാർദ്ധക്യമെന്ന് പറയാൻ കഴിയുള്ളൂ. എന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. തലയെക്കെട്ടും കെട്ടി 2025 ഫെബ്രുവരിയിൽ ഊളത്തരം പറയുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. 55 വയസ്സിൽ നബി 11 കല്യാണം കഴിച്ചു. നാടുകൾ ആക്രമിച്ച് കീഴടക്കി. അവിടുത്തെ സ്ത്രീകളെ വീതം വെച്ചു. സ്വത്തുക്കൾ കൊള്ളയടിച്ചു. അപ്പം അതിനൊന്നും പ്രായം തടസ്സമല്ല. ഏതോ ഒരു സ്ത്രീ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് യാത്ര പോയി അതൊരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് കുരുപൊട്ടുകയാണ്. ഇവൻ്റെ നേതാവ് കാന്തപുരത്തിന് 87 വയസ്സിലും ആഡംബര കാറുകളിൽ സഞ്ചരിക്കാം, അത്യാഡംബര കാറുകളിൽ സഞ്ചരിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. അത് ചോദിച്ചാൽ നബി ബുറാക്കിൽ പോയിട്ടില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ന്യായീകരണമൊക്കെ വരും. അതുപോട്ടെ, ഈ പാവപ്പെട്ട സ്ത്രീകൾ തൻ്റെ ജീവിതം മക്കളെ വളർത്താനും അവരെ ഒരു നിലയിലെത്തിക്കാനും ഒക്കെ കഷ്ടപ്പെട്ട് അതൊക്കെ തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി ഒന്ന് യാത്ര ചെയ്തു. അപ്പം അതിനെതിരെ ഇദ്ദേഹം പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ പ്രായം എന്ന് പറയുമ്പോൾ പുസ്തകം മാത്രം പറഞ്ഞതല്ല കേട്ടോ. അപ്പം മുഹമ്മദ് നബിയുടെ പ്രായം ഇസ്ലാമിക വിമർശകർ ഉന്നയിക്കാറുണ്ട്. തീർച്ചയായിട്ടും 55 വയസ്സ് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ 50 വയസ്സ് ഒരു പ്രശ്നമാണ്. പക്ഷെ 55 വയസ്സും 50 വയസ്സും തമ്മിലുള്ള അന്തരം പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അല്ല. 50 വയസ്സെന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയല്ല, ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? കുടുംബം വളർത്താൻ. അപ്പം അതിനുള്ള പക്വതയോ ഒന്നും ഈ 50 വയസ്സുള്ള കുഞ്ഞിനായിട്ടില്ല. അപ്പം അവിടെ അത് മാത്രമാണ് പ്രശ്നമുള്ളത്. ഒരു 22 വയസ്സായ ഒരു സ്ത്രീക്ക് 90 വയസ്സായ ആളെ കല്യാണം കഴിക്കാം. ഇനി കല്യാണം കഴിക്കുന്നില്ല, ഒന്നിച്ച് ജീവിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ കുഴപ്പമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കും 90 വയസ്സായി കഴിഞ്ഞാൽ ആൾ നാളെ മരിച്ചു പോകും, അപ്പോൾ പിന്നെ ഈ സ്ത്രീ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമാണ് അവിടെ ഉദിക്കുന്നത്. ഈ സ്ത്രീ സ്വയം പര്യാപ്തയാവുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ പുരുഷൻ അയാൾ സ്വയം പര്യാപ്തനാവുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തനാവുക, സ്വന്തമായിട്ട് ജോലി ചെയ്യുക, അധ്വാനിക്കുക എന്നുള്ളതാണ് പോയിന്റ്. ഈ നാട്ടിലെ സ്ത്രീകളൊക്കെ ഇഷ്ടം പോലെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ജോലി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നോട്ടിൽ എണ്ണപ്പെടുന്നില്ല. ഒരാൾ രാവിലെ പോയിട്ട് ഒരു കടയിൽ ജോലി ചെയ്താൽ അയാളുടെ അധ്വാനം നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്, സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ഒരു വീട്ടിൽ ജോലി ചെയ്താൽ എന്തിനാ അവളുടെ പ്രസവം എല്ലാം ജീവിതത്തിൽ എല്ലാം എക്കണോമിക് സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെട്ട സാധനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സേവനങ്ങളാണ്, എല്ലാം സേവനമാണ്. എല്ലാം മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു മനുഷ്യനെ നമ്മൾ സഹായിക്കുകയോ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ അംഗമാണ്. ഇപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് അത് ഞാൻ നിനക്ക് ഒരു സഹായം ചെയ്തു, അതിന് തിരിച്ച് നീ എനിക്കും സഹായം ചെയ്യണം എന്നുള്ള ഒരു പരസ്പര സഹകരണമാണ് പണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ നിനക്കൊരു സേവനം ചെയ്തു, അപ്പം നീ എനിക്ക് തിരിച്ചും സേവനം ചെയ്യണം. അതിൻ്റെ ഒരു ഉറപ്പാണ്, ഒരു ധാരണാപത്രമാണ് നോട്ട്, കറൻസി. പക്ഷെ നമ്മുടെ ഉമ്മമാർ നമ്മളോട് ചെയ്ത സേവനം അതൊന്നും
കറൻസിയിൽ പെടുന്നില്ല. അവർക്ക് തിരിച്ച് യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന സ്ത്രീകൾ, അവർക്ക് തിരിച്ച് യാതൊരു ഉറപ്പും കിട്ടുന്നില്ല. ഇസ്ലാമികപരമായിട്ട് മുത്തലാഖ്, തലാഖ് 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 എന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെ യാതൊരുവിധ സഹായവും ആ പുരുഷനിൽ നിന്ന് കിട്ടില്ല. 55 വയസ്സ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സ്ത്രീയെ മറ്റേ രാത്രി കൊണ്ട് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ തെരുവിലാകും. അങ്ങനെ തെരുവിലായ സ്ത്രീകൾ മാനം വിറ്റ് കുട്ടികളെ വളർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇസ്ലാമിൻ്റെ കാലഹരണപ്പെട്ട നിയമങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. ഇസ്ലാമിൻ്റെ മാത്രമല്ല, അങ്ങനെ പല ആചാരങ്ങളും സതി ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തിപ്പോയി. അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളും നിയമപരമായിട്ട് ആധുനിക സമൂഹം നേരിടുന്നുണ്ട്. കോടതികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ വിലയിരുത്തി അതിനനുസരിച്ച് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ തെറ്റുകൾ പറ്റാറുണ്ട്, സ്വാഭാവികമാണ്. എന്തായാലും കന്യാസ്ത്രീകളുടെ കാര്യത്തിലായാലും ഇപ്പോൾ മോഹൻ ഭാഗവത് പറയുന്ന സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്നാണ്. എല്ലാ മതങ്ങളും സ്ത്രീകൾക്കെതിരാണ് പൊതുവെ തത്വത്തിൽ. കാരണം ആ കാലഘട്ടത്തിലൊക്കെ സഹകരണത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്നത്, അല്ലെങ്കിൽ വെളിയിലേക്ക് പോയിട്ട് യുദ്ധം ചെയ്യാനും ഒക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിന്നിരുന്ന പുരുഷനാണ്. പുരുഷനേക്കാളും ശക്തി പോത്തുകൾക്കും മുരികൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അവന്മാർക്ക് ബുദ്ധിയില്ലായിരുന്നു, പുരുഷന് ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ള ചെറിയൊരു പ്രശ്നം, മെച്ചം മാത്രമേ പുരുഷനുണ്ടായിരുന്നുള്ളൂ. കാലം മാറി, മനുഷ്യൻ്റെ ചിന്തകൾ മാറി, മനുഷ്യൻ കൂടുതൽ മനുഷ്യനാകാൻ തുടങ്ങി. അപ്പം അതിൻ്റെതായ പുരോഗമനം ഒരു സമൂഹം എന്ന നിലയിൽ മനുഷ്യൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വയം പര്യാപ്തത ഉണ്ടാവണം, ജീവിതം ആസ്വദിക്കണം. അങ്ങനെ ആസ്വദിക്കുമ്പോൾ മാനസികോല്ലാസം ഉണ്ടാകുമ്പോൾ നമുക്ക് മാനസിക ആരോഗ്യമുണ്ടാകും. അത് ആരോഗ്യകരമായൊരു സമൂഹം രൂപപ്പെടുത്തും. നമുക്ക് സന്തോഷമാണ് മുഖ്യം. ജോയ്, സന്തോഷം, സമാധാനം, അതെല്ലാമാണ് മനുഷ്യന് മുഖ്യം. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മതത്തിൻ്റെ പേരും പറഞ്ഞ് ഇടപെടാതിരിക്കുക. അപ്പോൾ അയാളുടെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല, അയാളുടെ സോഫ്റ്റ്വെയർ ഉള്ള പ്രശ്നമാണ്. പണ്ട് കാലഘട്ടത്തിലൊക്കെ ഇവർ പറയുന്നത് കേൾക്കുകയും തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു. ഇന്ന് കാലം മാറി, സാങ്കേതിക വിദ്യകൾ മാറി. ഇവന്മാരുടെയൊക്കെ ആളുകൾ കൈകാര്യം ചെയ്യും. അതായത് സംവാദത്തിലൂടെയും ചർച്ചകളിലൂടെയും മറുപടികളിലൂടെയും കൈകാര്യം ചെയ്യും. നഫീസുമ്മ ഇനിയും യാത്ര പോകട്ടെ, എല്ലാവരും യാത്ര പോകട്ടെ. നഫീസുമ്മ പറഞ്ഞതിൽ ഒരേ ഒരു തെറ്റ് തനിക്ക് പ്രായമായി എന്നാണ്. അങ്ങനെ ഒരു പ്രായം നഫീസുമ്മക്കായിട്ടില്ല. കേരളത്തിൽ 80 വയസ്സ് വരെയാണ് ഒരു മനുഷ്യൻ്റെ ശരാശരി പ്രായം. അതിൽ ആക്സിഡൻറ്റിൽ മരിക്കുന്ന ആളുകൾ പെടും, രോഗം വന്ന് മരിക്കുന്ന ആളുകൾ പെടും. അപ്പോൾ അവർ 50 വയസ്സിലൊക്കെ മരിക്കുന്നുണ്ടാവും, ചിലർ 28 വയസ്സിൽ മരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ശരാശരി പ്രായം ഉണ്ടാക്കുന്നത്. 90 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നഫീസുമ്മ മധ്യവയസ്കയാണ്. മധ്യവയസ്കയായാലും യുവതിയായാലും യുവാവായാലും ആരായാലും ജീവിതം ആസ്വദിക്കുക. എല്ലാവർക്കും ഇപ്പോൾ ഹിമാലയത്തിൽ പോകാൻ പറ്റണമെന്നില്ല. അടുത്തുള്ള പാർക്കുകളിൽ പോകാം, ബീച്ചിൽ പോകാം, കടലിൽ പോകാം. ഇതിനൊന്നും പൈസ ചിലവില്ല. അപ്പോൾ ജീവിതം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ആസ്വദിക്കാം. ഉസ്താദിനെ പോലെയുള്ള നിരുത്തരവാദപരമായ സംഭാഷണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.